നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. അഞ്ചുതെങ്ങ് ഇടവകയിൽ സ്റ്റുഡൻസ് ഫോറം രൂപീകരിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ച സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അഞ്ചുതെങ്ങ് ഇടവകയിൽ സ്റ്റുഡൻസ് ഫോറം രൂപീകരിച്ചു. ഇടവകയിൽ 80 യൂണിറ്റിലും 10 വാർഡിലും സ്റ്റുഡൻസ് ഫോറം രൂപം കൊള്ളുന്നതിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ ഇടവക വികാരി അധ്യക്ഷത വഹിച്ചു. അതിരൂപത വിദ്യാഭ്യാസ ശുശ്രൂഷ ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു. അടിമലത്തുറ ഇടവകയിൽ കരുതൽ പദ്ധതിയുമായി സാമൂഹ്യ ശുശ്രൂഷയും യുവജന ശുശ്രൂഷയും. രോഗികൾക്ക് കൈത്താങ്ങാവുന്ന കരുതൽ പദ്ധതി അടിമലത്തുറ ഇടവകയിൽ സാമൂഹ്യ ശുശ്രൂഷയും യുവജന ശുശ്രൂഷയും സംയുക്തമായി നടപ്പിലാക്കി. അടിമലത്തുറ ഇടവക സഹവികാരി ഫാദർ മാർത്തോമ അലക്സാണ്ടറിന്റെ ദിവ്യബലിയോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അടിമലത്തുറ ഇടവക വികാരി ഫാദർ വിൽഫ്രഡ് ഉദ്ഘാടനം ചെയ്തു. മുട്ടറ ഇടവകയിൽ ജനജാഗരം സമ്മേളനം നടന്നു. നവംബർ 23 ശനിയാഴ്ച പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ പോൾ പഴങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ജനജാഗരം സാമുദായിക മുന്നേറ്റത്തിനും അൽമായ ശാക്തീകരണത്തിനും എന്ന വിഷയത്തിൽ അതിരൂപത റിസോഴ്സ് പേഴ്സൺ അംഗം സുരേഷ് പീറ്റർ ക്ലാസ് നയിച്ചു. ഇടവകളിൽ നവനേതൃത്വം വരുന്നതിന് മുന്നോടിയായി നടന്ന പരിപാടിയിൽ നവനേതൃത്വം 2025-27 എന്ന വിഷയത്തിൽ BCC ആനിമേറ്റർ ആഗ്നസ് ബാബു, ലഹരിയുടെ വ്യാപനം തടയൽ എന്നീ വിഷയം സാമൂഹ്യ ശുശ്രൂഷ ആനിമേറ്റർ റജി, ഉന്നത വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ ആനിമേറ്റർ ശോഭ ഷിജു എന്നിവരും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ലോഗോസ് ക്വിസ് ചരിത്രം കുറിച്ച് ജിസ്മോൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ലോഗോസ് പ്രതിഭ. ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് പ്രോഗ്രാമായ 24ാമത് അഖിലേന്ത്യാ ലോഗോസ് ക്വിസ് ഗ്രാൻഡ് ഫിനാലെ കോതമംഗലം രൂപതയിൽ നിന്നുള്ള മാസ്റ്റർ ജിസ്മോൻ സണ്ണി ലോഗോസ് പ്രതിഭയായി. 11 വയസ്സുകാരന് ജിസ്മോൻ കല്ലൂർക്കാട് സെയിന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 4 ലക്ഷത്തോളം പേർ പങ്കെടുത്ത പരീക്ഷയിൽ 600 പേർ 2ാം റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനൽ റൗണ്ടിലേക്ക് 6 പേർ യോഗ്യത നേടി. അതിൽ നിന്നും ലോഗോസ് പ്രതിഭാ സ്വർണ്ണ മെഡലും 65,000 രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും ജിസ്മോൻ സണ്ണി കരസ്ഥമാക്കി. വചനം 2025 തിരുവചന ഡയറി പ്രകാശനം ചെയ്തു. 2025 വർഷത്തേക്കുള്ള തിരുവചന ഡയറിയായ വചനം 2025 പുറത്തിറങ്ങി. വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിൽ വെച്ച് നടന്ന ചടങ്ങിൽ അതിരൂപത അധ്യക്ഷൻ തോമസ് ജെനറ്റോ മെത്രാപ്പോലിത്ത ഡയറി പ്രകാശനം ചെയ്ത് ആദ്യ പ്രതി സഹായ മെത്രാൻ ക്രിസ്തുദാസ് പിതാവിന് കൈമാറി. അനുദിന വചനം, വിചിന്തനം, അനുദിന വിശുദ്ധർ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് വചന ഡയറി. 2025 ജൂബിലി വർഷത്തിന്റെ പ്രാധാന്യം വെളിവാക്കുന്ന തരത്തിലുള്ള കവറാണ് വചനം 2025 നൽകിയിരിക്കുന്നത്. ജൂബിലി പ്രാർത്ഥനയും ഗീതവും ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭ വാർഡ് വിഭജനത്തിൽ ഭരണഘടനാ ലംഘനം. തീരദേശത്തെ ആയിരക്കണക്കിന് വീടുകൾ ഒഴിവാക്കി. തീരദേശ സ്ഥാപന വാർഡ് വിഭജനത്തിൽ തീരമേഖലയിലെ വീടുകൾ രേഖപ്പെടുത്തിയതിൽ ഗുരുതര വീഴ്ച. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് വീടുകളെ ഒഴിവാക്കി. ജനസംഖ്യയുടെ തുല്യ വിഭജനത്തിലൂടെ വാർഡ് രൂപീകരിക്കണമെന്ന ഭരണഘടനയുടെ 243C വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ല. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് തുടക്കം മുതൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനു പിന്നാലെ വിഷയം നിയമ പോരാട്ടത്തിനും വഴി തുറക്കുകയാണ്. തീരപരിപാലന ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ അനധികൃതമെന്ന് കണക്കാക്കിയ വീടുകളാണ് വാർഡ് വിഭജനത്തിൽ പരിഗണിക്കാതിരുന്നത്. വീടുകൾക്ക് നമ്പരില്ലെന്നാണ് കാരണം പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്തെ കഠിനംകുളം പഞ്ചായത്തിൽ മാത്രം 1000-ലധികം വീടുകൾ ഒഴിവാക്കിയതായി കണ്ടെത്തി. പഞ്ചായത്തിലെ 30% വീടുകൾ ഒഴിവാക്കിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിനിടെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ പ്രതിഷേധത്തിന് മറുപടി പറയാതെ ഭരണപക്ഷം യോഗം പിരിച്ചുവിട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.